ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 ദേവകൾ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്ന ഭൂമിയിലെ ദേവസംഗമത്തിൻ്റെ നായകനാണ് തൃപ്രയാർ ദേവർ. ഊരകത്തമ്മ തിരുവടി ഇടത്തും ചേർപ്പ് ഭഗവതി വലത്തുമായി നിന്നുള്ള തൃപ്രയാർ ദേവരുടെ ആറാട്ടുപുഴ പൂരം ഈ മാസം 30-നാണ്. പൂരം പുറപ്പാട് എന്നറിയപ്പെടുന്ന ക്ഷേത്രാശന്മാരുടെ ഗ്രാമപ്രദക്ഷിണവും അതിൻ്റെ ഭാഗമാണ്. ഈ വർഷത്തെ പൂരം പുറപ്പാട് ചൊവ്വാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ്. അതിപുരാതന ശ്രീരാമക്ഷേത്രങ്ങളിൽ അഗ്രിമസ്ഥാനത്താണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ബ്രഹ്മദേവൻ്റെ കമണ്ഡലുവിൽ നിന്നറ്റുവീണ തീർത്ഥത്തിൽ നിന്നുമുണ്ടായ തീമ്രനദി ഈ പുണ്യസ്ഥാനത്തിൻ്റെ മനോഹരിതയ്ക്കും വിശ്വാസ വൈശിഷ്ട്യത്തിനും മാറ്റുകൂട്ടുന്നു. ശോണാചാലത്തിലേക്കുള്ള യാത്രാമധ്യേ ജനമേജയ മഹാരാജാവ് തൃപ്രയാർ ക്ഷേത്രത്തിൽ വന്നു ശ്രീരാമസ്വാമിയെ വന്ദിച്ചതും ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്ക് കാരണമായി കരുതുന്നു. വൈകുണ്ഠ ദർശനത്തിന് സമാനമായി കരുതുന്ന പൂരം കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ഈ വൈകുണ്ഠ ദർശനം സാധ്യമാക്കുവാനായി മഹാദേവനും എഴുന്നള്ളുന്നതിനാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും അന്ന് നേരത്തെ നടയടയ്ക്കും. ദേവമേളയുടെ ഒരുക്കം ഘടകപൂരങ്ങൾ വരുന്ന ക്ഷേത്രങ്ങളിൽ നേരത്തെ തന്നെ നടക്കാറുണ്ട്. പൂരം പുറപ്പാട്, മകേരം പുറപ്പാട് എന്നെല്ലാം അറിയപ്പെടുന്ന കൊടിയേറ്റവും ക്ഷേത്രാശന്മാരുടെ ഗ്രാമപ്രദക്ഷിണവുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഈ ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നാട്ടിലാകെ ശുദ്ധീകരണ യജ്ഞവും ദേവതകൾക്ക് ആറാടുവാനുള്ള കുളങ്ങൾക്ക് ആഴം കൂട്ടുന്നതുമെല്ലാം നടക്കുന്നത്. വരാനിരിക്കുന്ന വർഷക്കാലത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കം കൂടിയാണ് ഇത്. തൃപ്രയാർ ദേവരുടെ ഗ്രാമപ്രദക്ഷിണം ആരംഭിക്കുന്നത് മകേരം പുറപ്പാട് മുതലാണ്. കൊടിമരം ഇല്ലാത്തതിനാൽ ക്ഷേത്രത്തിൽ പൂരം കൊട്ടിപ്പുറപ്പെടുകയാണ് പതിവ്. മീനത്തിലെ ഉത്രം നക്ഷത്രം രാത്രി കിട്ടുന്നത് കണക്കാക്കിയിട്ടാണ് പുറപ്പാട്. ദിനമടക്കം 8-ാം ദിവസം പൂരം പുറപ്പെടുന്നത്. അത് മിക്കവാറും മകേരം നക്ഷത്രത്തിലാവും. അപൂർവമായി രോഹിണി നക്ഷത്രത്തിലും പുറപ്പാട് നടക്കാറുണ്ട്. ഈ വർഷത്തെ പൂരം പുറപ്പാട് ചൊവ്വാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ്. കർക്കിടകം രാശിയിലാണ് പുറപ്പാട് എന്നതിനാൽ ഉച്ചയോടെയാണ് പൂരം പുറപ്പാട് ചടങ്ങുകൾ നടക്കാറുള്ളത്. പകൽ 1:50-നും 2:30-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് പുറപ്പാട്. പുന്നപ്പിള്ളി മന, ജ്ഞാനപ്പിള്ളി മന, ചേലൂർ മന കാരണവന്മാർ അനുമതി നൽകുന്നതോടെയാണ് പൂരം പുറപ്പാട് ആരംഭിക്കുന്നത്. തൃപ്രയാറിലെ ഈ ഊരായ്മ പ്രതിനിധികൾ ശ്രീകോവിലിനു മുന്നിലെ മുഖമണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ മേൽശാന്തി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുവാൻ അനുവാദം ചോദിക്കും. കാരണവന്മാരിൽ മുതിർന്നയാൾ ഏറ്റവും മുന്നിലിരുന്ന് എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പാക്കി പുറത്തേക്ക് എഴുന്നള്ളിക്കുവാൻ അനുമതി നൽകും. അനുവാദം നൽകുന്നതിനായി ഈ വർഷവും മുന്നിലിരിക്കുന്നത് പുന്നപ്പിള്ളിമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. അപ്പോൾ തൃക്കോൽ ശാന്തി ഭഗവാനെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. വർഷത്തിൽ 2 തവണ മാത്രമാണ് ഭഗവാനെ ഇത്തരത്തിൽ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. തുടർന്ന് ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും നടക്കും. അതിനുശേഷം 5 ആനകളുമായി സ്വർണ്ണക്കോലത്തിൽ ആദ്യ ദിവസത്തെ ആറാട്ടിനായി സേതു കുളത്തിലേക്ക് പുറപ്പെടും. ആറാട്ടിനു പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം നിറപറ വച്ചുള്ള സ്വീകരണങ്ങൾ ഭഗവാൻ ഏറ്റുവാങ്ങും. സേതു കുളത്തിലെ ആറാട്ട് കഴിഞ്ഞ് പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ ദേവർ ക്ഷേത്രത്തിൽ തിരികെയെത്തിയ ശേഷം തീർത്ഥക്കിണറിന് സമീപം ചെമ്പിലാറാട്ട് നടക്കുന്നു.
തുടർന്ന് അത്താഴപൂജ, ശീവേലി എന്നിവയോടുകൂടി ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നു. ഉത്രം വിളക്ക് ദിനത്തിലും പൂരം പുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിക്കാറുണ്ട്. പൂരം നാൾ വരെയാണ് തേവരുടെ ഗ്രാമപ്രദക്ഷിണം നടക്കുക. ഗ്രാമപ്രദക്ഷിണത്തിനിടയിൽ എല്ലാ ദിവസവും 2 ആറാട്ട് പതിവുണ്ട്. സേതുക്കുളം, പുത്തൻകുളം, കോതക്കുളം, ബ്ലാഹിയിൽക്കുളം, കുറുക്കൻകുളം, രാമൻകുളം, കുട്ടൻകുളം എന്നിങ്ങനെ തൻ്റെ തട്ടകത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന ശുദ്ധജല സംഭരണികളിലാണ് തേവരുടെ ആറാട്ട്. തേവരുടെ ആറാട്ട് ആണെങ്കിലും യഥാർത്ഥത്തിൽ തേവർക്കൊപ്പം ഒരേ പീഠത്തിൽ വാണരുളുന്ന ഭഗവതിമാർക്കാണ് ഈ ആറാട്ടുകൾ. ദേവമേളയ്ക്ക് ശേഷം ഉള്ള ആറാട്ട് ആറാട്ടുപുഴ ക്ഷേത്രത്തിനു സമീപം കരുവന്നൂർ പുഴയിലെ മന്ദാരം കടവിലാണ്. ജലസംരക്ഷണത്തിനുള്ള തൃപ്രയാർ തേവരുടെ സന്ദേശം കൂടിയാണ് കുളങ്ങളിലെ ആറാട്ട്. കുളങ്ങളും തോടുകളും ഇല്ലാതാകുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പൂർവികർ കണ്ടുപിടിച്ച മാർഗം ആയിരിക്കാം ഒരുപക്ഷേ ഇതും. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ഉള്ള ആറാട്ടുകുളങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ഈ അനുമാനത്തിന് നിദാനമായി കരുതാം. മുൻ വർഷങ്ങളിൽ കടന്നുപോയ അതേ വഴികളിലൂടെയാണ് തേവർ ഗ്രാമപ്രദക്ഷിണം നടത്തുക. ഒരിക്കൽ ഉപേക്ഷിച്ച വഴി പിന്നീട് തിരഞ്ഞെടുക്കാറുമില്ല. പ്രത്യേകതയുമുണ്ട്. ഗ്രാമവീഥികളെ രാമവീഥികൾ ആക്കി മാറ്റുന്ന, ഭയഭക്തി ബഹുമാനഭാവം ഉണർത്തുന്ന ശ്രീരാമചക്രവർത്തിയുടെ തട്ടകത്തിലെ യാത്രകൾ അവിസ്മരണീയമാക്കുന്ന വിവിധ ആചാരങ്ങളും ഉണ്ട്. ആനേശ്വരത്തപ്പനെ കബളിപ്പിക്കുന്ന ഒളിച്ചോട്ടം, കുറുക്കൻകുളം ആറാട്ട് നടക്കുമ്പോൾ ഉള്ള ഓരിയിടലും കുറുക്കൻ വിളിയും, മുരിയംകുളങ്ങര ക്ഷേത്രത്തിലെ മീൻപിടുത്തം, കിഴക്കുമുറി പുളിക്കപ്പാടത്തെ പൂക്കുലമണിയേറ്, വെന്നിക്കൽ ക്ഷേത്രത്തിലെ കല്ലേറ്, പയ്യന്നൂരിലെ ചാലുകുത്ത് തുടങ്ങി നിരവധി വ്യത്യസ്ത ആചാരങ്ങൾ ഭക്തർക്ക് ആ ചരണങ്ങളിലൂടെ പാഠം പകർന്നു നൽകുന്നതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. ഗ്രാമപ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട ചിട്ടകളും കർശനമാണ്. പെരുവനം ഗ്രാമത്തിലെ 28 ദിവസത്തെ ഉത്സവത്തിൻ്റെ സമാപനമായ ആറാട്ടാണത്രേ ആറാട്ടുപുഴയിൽ നടക്കുന്നത്. ആയതിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് ഗ്രാമപരദേവതയായ തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ്. ആ ഉത്സവത്തിൻ്റെ വലിയ വിളക്കാണ് പെരുവനം ഗ്രാമാധിപ ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുവനം പൂരം. ഇതിൻ്റെ പള്ളിവേട്ടയാണ് പിടിക്കപ്പറമ്പിലെ ആനയോട്ടം. ഭഗവതിമാരും ശാസ്താക്കന്മാരും മാത്രം എത്തിച്ചേരുന്ന ദേവമേളയിലെ ഏക വൈഷ്ണവ ചൈതന്യമായ ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ കണ്ടു വന്ദിക്കുവാനാണ് ആറാട്ടുപുഴയിൽ എത്തിച്ചേരുന്നത് എന്നാണ് സങ്കല്പം. ഓല കൊണ്ടുണ്ടാക്കിയ പന്തലിലെ ചാണകം മെഴുകിയ തറയിൽ അരിപ്പൊടി ചാലിച്ച് കോലമിട്ട് വാഴയിലയിൽ നിറപറയും ദീപവും വെച്ച് കാത്തിരിക്കുന്ന പ്രജകളെ കണ്ട് സങ്കടം നീക്കുവാനും അനുഗ്രഹിക്കുവാനും ഉള്ള വരവിൻ്റെ 8 നാളുകളാണ് വരാനിരിക്കുന്നത്. ഗ്രാമവീഥികളെ രാമവീഥികൾ ആക്കുന്ന ഈ യാത്രയിൽ നമുക്കും പങ്കുചേരാം. തൃപ്രയാർ തേവരുടെ ദേവമേളയിലേക്കുള്ള വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.